ഹായ്, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അത് ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും. അതിന്റെ കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. മിസ്സേ 2026 ഏതെങ്കിലും എക്സാം വരാനുണ്ടോ, ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരാനുണ്ടോ, എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ ഒരു പരീക്ഷയുണ്ട്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇലക്ട്രിക്കലുകാർക്കാണെങ്കിലും ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ പരീക്ഷകളൊന്നും ഇപ്പൊ നിലവിലില്ല. അപ്പോൾ ഇലക്ട്രിക്കലുകാരാണെങ്കിലും ഇലക്ട്രോണിക്സുകാരാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ള അറിയാതിരിക്കുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല, ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ഇനി 2026 ഒരു പരീക്ഷ വരുമ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം, കൃത്യമായിട്ട് ആ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതല്ലാതെ ആവുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കറിയാം കുറേ പേർക്ക് ഇപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ആ ഒരു എമൗണ്ട് അവർ അറ്റ് എ ടൈം, ഈവൻ ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ പോലും പേയ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. മന്ത്ലി സബ്സ്ക്രിപ്ഷനിലാവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്റ്റഡി ഗ്രൂപ്പുകളുണ്ട്, ഇലക്ട്രോണിക്സിനും ഇലക്ട്രിക്കലിനും ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പൊ അതിലൊക്കെ ഡെയിലി ക്വസ്റ്റ്യൻസും PDF ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇതിൽ എന്താണ് ഈ ഒരു കോഴ്സിന്റെ അകത്ത് എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ ഇലക്ട്രിക്കലുകാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലുള്ള ഏത് എക്സാമിനുള്ള എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഇലക്ട്രിക്കലുകാർക്കാണെങ്കിലും ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിലും. ഇനി അത് കൂടാതെ നമ്മൾ സ്റ്റുഡൻസിന്റെ ഒരു കൺവീനിയൻസും കൂടെ നോക്കിയിട്ട് നമ്മൾ ജാനുവരി ഓൺവേർഡ്സ് ലൈവ് സെഷൻസും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസും കിട്ടും. അതേപോലെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ നമുക്ക് അറിയാം, അപ്പൊ ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരു എക്സാം മുന്നിലുണ്ട്, ഇന്ന ദിവസം ഇന്ന മാസം എക്സാം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും. അതില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പഠിക്കാൻ പുറകിലേക്ക് പോകും. പക്ഷെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീക്ക്ലി സെഷൻസ്, അതേപോലെ നമ്മുടെ ഒരു മെന്റർഷിപ്പ്, ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് പോവില്ല. അപ്പൊ പിന്നീട് ഒരു പരീക്ഷ വരുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ നിങ്ങൾ ആദ്യത്തെ മന്ത് പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറ്റയർ കണ്ടന്റ്സ് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് നോക്കി പഠിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഇതിന് നമ്മളിപ്പോൾ ഒരു 2-3 months ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതെങ്കിലും എക്സാം വരികയാണെങ്കിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ ഇടുമല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം വിത്ത് സ്പെഷ്യൽ ഓഫേഴ്സ്, സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ആ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എക്സാം ഓറിയന്റഡ് കോഴ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് 100% ഷുവർ ആണ്. ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഫൗണ്ടേഷൻ കോഴ്സ് നോക്കുക, അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ എൻറ്റയർ സബ്ജക്ട്സ് നിങ്ങൾക്ക് അതിൽ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു അഷ്വറൻസ്. സോ എന്തായാലും ഈ ഒരു ഇയർ എൻഡിൽ എടുത്ത ഏറ്റവും മികച്ച ഒരു ഡിസിഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്, ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫീസിന്റെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും എങ്ങനെ പഠിക്കണം എന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്താത്തവർക്കും ആദ്യമായിട്ട് പഠിക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കോഴ്സാണ്. സോ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കും ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മൾ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാം. താങ്ക് യു.